ഗുണകരമായ കാര്യമാണ്. നല്ല ശാന്തമായ ഉറക്കം, അതോടൊപ്പം 10 പൈസ ചിലവില്ലാതെ ലോകത്തിൻ്റെ ഏത് മുക്കിലും ചന്ദ്രനിലും എവിടെയും പോകാൻ കഴിയുന്ന മനോഹരമായൊരു സൗഭാഗ്യം, നല്ലൊരു അനുഗ്രഹമാണ് സ്വപ്നം. പക്ഷേ ഈ സ്വപ്നത്തിൽ പെട്ടുഴലുന്ന ആളുകളും ഒരുപാടുണ്ട് എന്നറിയുമ്പോൾ ആ സ്വപ്നത്തെ നമ്മൾ പലപ്പോഴും ചില എപ്പിസോഡുകളിലൊക്കെ പറയുന്നത് പോലെ ഗുണവും ദോഷവുമുണ്ട് ഏതൊരു വശത്തിനും. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ചില നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വപ്നം എന്ന വിഷയം എടുക്കണം, ഞങ്ങൾ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി എന്നെല്ലാം പറയുന്നതാണ്. ഉറങ്ങാതെ എങ്ങനെ സ്വപ്നം കാണുമെന്ന് ചിന്തിക്കുന്ന വലിയൊരു അത്ഭുതമാണ്. ഉറക്കത്തിലാണ് സ്വപ്നം കാണാറ്, പക്ഷേ സ്വപ്നത്തെ ഭയപ്പെട്ടിട്ട് ഉറങ്ങാതിരിക്കുന്ന ആളുകൾ പോലുമുണ്ട്. അപ്പോൾ ആ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ സ്വപ്നം എന്നുള്ളത് സത്യത്തിൽ എങ്ങനെയാണ്? മനസ്സിൻ്റെ ഒരു സ്വതന്ത്ര സഞ്ചാരമാണോ സ്വപ്നം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞ ഒരു വാക്കിൽ അത് മുബശ്ശിറാത്തുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മുബശ്ശിറാത്തുകൾ, അതായത് വഹി അമ്പിയാക്കളോടുകൂടി അവസാനിക്കും, എല്ലാ വഹികളും അവസാനിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സിൽ നുബുവത്ത് കിട്ടുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവിങ്കിൽ നിന്ന് നൽകപ്പെട്ടിരുന്നത് സ്വപ്നം മുഖേനയുള്ള സന്ദേശങ്ങളായിരുന്നു. അപ്പോൾ വഹിയിൻ്റെ ഭാഗമായി എന്നും അവശേഷിക്കുന്ന ഒരു കാര്യമാണ് സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ അത് മുബശ്ശിറാത്ത് ഇനത്തിൽ പെടുന്ന സ്വപ്നങ്ങളാണ്. സ്വപ്നങ്ങൾ 2-3 തരത്തിലുണ്ട്. ഒന്ന് നമ്മൾ സാധാരണ പറയുന്ന പേക്കിനാവുകൾ എന്ന സ്വപ്നങ്ങൾ. പേക്കിനാവ് വേറെ, പേടി സ്വപ്നം വേറെ, രണ്ടും വേറെ. പേക്കിനാവുകൾ എന്നാൽ അർത്ഥമില്ലാത്ത കിനാവുകളാണ്. അത് നട്ടെല്ല് ചൂട് പിടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രതിഭാസം മാത്രമാണ്. അത് നമ്മൾ ശരിക്കും ഈ മയക്ക് സൂചിയൊക്കെ വെച്ചാൽ ഉണ്ടാകുന്ന ഒരു അനുഭവം, അതാണ് നട്ടെല്ല് ചൂട് പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന, ഇതിനാണ് പേക്കിനാവുകൾ എന്ന് പറയുന്നത്. പേടി സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ഭയപ്പെടുത്തുന്ന സ്വപ്നം തന്നെയാണ്. എന്നാൽ ഒറിജിനൽ സ്വപ്നം ഇതല്ല. മുബശ്ശിറാത്ത് എന്ന സ്വപ്നമാണ് ഒറിജിനൽ സ്വപ്നം. അത് അള്ളാഹുവിങ്കിൽ നിന്ന് നൽകപ്പെടുന്ന ചില സന്ദേശങ്ങൾക്കാണ് മുബശ്ശിറാത്തുകൾ എന്ന് പറയുന്നത്. അപ്പോൾ 3 തരത്തിൽ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുകയും വിശദീകരിക്കുകയും ചെയ്യേണ്ടത്. മുബശ്ശിറാത്തുകൾ എന്ന ഇനത്തിൽ പെടുന്ന സ്വപ്നങ്ങളെ നമുക്ക് ആഗ്രഹിക്കുകയും ചെയ്യാം, ഉണ്ടായാൽ നല്ലതുമാണ്. നമ്മളൊക്കെ പലപ്പോഴും വളരെ ആത്മാർത്ഥമായി വിശ്വാസികൾ ദുആ ചെയ്യുന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് സ്വപ്നത്തിൽ കാണണമെന്നുള്ളത്. ഏതൊരു വിശ്വാസിയുടെ ആഗ്രഹമാണത്. അതേപോലെ ആഗ്രഹിക്കുന്ന മനോഹരമായ സ്വപ്നം കാണുക എന്നുള്ളത് മുബശ്ശിറാത്തിൽ പെട്ടതാണ്. തീർച്ചയായും മുബശ്ശിറാത്തിൽ പെട്ടതാണ്. പിന്നെ പറഞ്ഞു കൊടുത്തൊരു കാര്യമുള്ളത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ ആത്മീയമായാണ് സംസാരിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ ആഗ്രഹിച്ചാൽ പോരാ, ഒറിജിനൽ നേർക്ക് നേരെ കാണാൻ തന്നെ ആഗ്രഹിക്കണം എന്നുള്ളതാണ്. അത് ഷാ വലിയുല്ലാഹി ദഹ്ലവിയുടെ ഒരു പുസ്തകം മദീനയിലെ അനുഭവങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ ആഗ്രഹിച്ചാൽ പോരാ, നേർക്ക് നേരെ കാണാൻ തന്നെ ആഗ്രഹിക്കാവുന്നതാണ്. ഒന്നുകൂടി വിശദീകരണം ആവശ്യമുണ്ട്. തീർച്ചയായും. നമ്മൾ സാധാരണ എല്ലാവരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണണം, അതിനെന്താ ചെയ്യേണ്ടത്, അതിനേത് സ്വലാത്താന്നാണ്. ഇത് വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ആഗ്രഹം ഒന്നുകൂടി മേലേക്ക് പോകണം. സ്വപ്നത്തിലല്ല, നബി തങ്ങളെ നേർക്ക് നേരെ തന്നെ കാണാമെന്നതാണ്. മരണപ്പെട്ട് റൗദ ഷരീഫിൽ അടക്കം ചെയ്തിട്ടുണ്ട് നബിതങ്ങൾ, എങ്കിലും ഒരു മനുഷ്യന് ആത്മീയമായി നബിതങ്ങളെ നേർക്ക് നേരെ തന്നെ കാണാൻ കഴിയുമെന്നാണ് ഷാ വലിയുല്ലാഹി ദഹ്ലവി. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. മദീന സിയാറത്ത് കഴിഞ്ഞ് സ്വലാത്ത് ചൊല്ലി ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിലത്ത് തൊടാതെ ഒരു പുതപ്പ് കൊണ്ട് പുതച്ച് ഒരാൾ എൻ്റെ അടുക്കൽ വരികയും ആ പുതപ്പിലേക്ക് എന്നെ ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട്, ഷാ നിങ്ങൾക്ക് എന്നെ കാണാൻ ആഗ്രഹമുണ്ടാകുന്ന ഏത് സമയത്തും നിങ്ങൾ ഇപ്പോൾ ചൊല്ലിയ ഈ സ്വലാത്ത് ചൊല്ലിക്കോളൂ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് മദീനയിലെ അനുഭവങ്ങളിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ സലാമൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ ഒന്നുകൂടി മേലേക്ക് പറയാണ്, സ്വപ്നം എന്നുള്ളതിന് പകരം ഒറിജിനൽ എന്ന് തന്നെ ആഗ്രഹിക്കാവുന്നതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള കാഴ്ച എന്ന് പറയുന്നത്. അത് നമ്മുടെ സാധാരണ ചിന്തകൾക്കും അപ്പുറത്തേക്കാണ്, ഈ വിഷയത്തിൽ ഒതുക്കി നിർത്താവുന്നതല്ല. തീർച്ചയായും. അതുകൊണ്ട് തന്നെ ആ വലിയ ആത്മീയതയിലേക്ക്, ആ രീതിയിലേക്ക് നമ്മുടെ മനസ്സ് ഉയരേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ഉയരേണ്ടിയിരിക്കുന്നു. ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഈ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ 80 വയസ്സുള്ള ഒരു ഉമ്മ നമുക്ക് എഴുതിയ കത്ത് ഉണ്ട്. ഞാൻ ഇപ്പോൾ കുറേ നാളുകളായി എൻ്റെ മരണപ്പെട്ടുപോയ മാതാപിതാക്കളെയും മറ്റു മുൻഗാമികളെയും സ്വപ്നം കാണുന്നു. ഒരുപക്ഷെ വാർദ്ധക്യത്തിലേക്ക് എത്തിയ എന്നെ അവരുടെ കൂട്ടത്തിലേക്ക് ക്ഷണിക്കാനാണോ എന്ന് ഞാൻ ആശങ്കപ്പെടുന്നു എന്നാണ്. അങ്ങനെയുണ്ട്. ആദ്യം സ്വപ്നത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഉറക്കം എന്ന പ്രതിഭാസത്തെക്കുറിച്ച് ഒരല്പം മനസ്സിലാക്കണം. ഉറക്കത്തിൽ മനുഷ്യ ശരീരത്തിൽ നിന്ന് ആത്മാവ് താഴെ ഇറങ്ങുകയും, ജീവനല്ല, അതായത് ആത്മാവിന് നമ്മൾ റൂഹ് എന്ന് പറയും, ജീവന് ഹയാത്ത് എന്ന് പറയും. ഹയാത്ത് നിലനിൽക്കുകയും റൂഹ് താഴെ ഇറങ്ങുകയും അത് ഇലാഹിയായ സാമീപ്യത്തിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യുന്നു. ഈ സഞ്ചാര വീതിയിൽ ആത്മാവ് കണ്ടുമുട്ടുന്ന വിഷയങ്ങളുടെ ഇമേജിനേഷനാണ് യഥാർത്ഥത്തിൽ സ്വപ്നം എന്ന് പറയുന്നത്. അതായത് പിന്നെ ഉറക്കത്തിൽ സഞ്ചരിക്കുന്നത് ആത്മാവാണ്, ആത്മാവിൻ്റെ കൂടെയാണ് ചിന്തയുള്ളത്. അതുകൊണ്ട് ചിന്ത യാത്രയിലാണ്. എന്നാൽ ജീവൻ്റെ കൂടെയാണ് ഓർമ്മയുള്ളത്. ഓർമ്മ ഇവിടെയുണ്ട്.
ആത്മാവിൻ്റെ അനുഭവങ്ങൾ ചിന്തയെയാണ് സ്വാധീനിക്കുക. ആ ചിന്ത ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഓർമ്മ വെച്ച് ഇമേജ് ചെയ്യും. ഓർമ്മ വെച്ച് ഇമേജ് ചെയ്യുമ്പോൾ ഓർമ്മയിലുള്ളതായിട്ടാണ് അതിൻ്റെ അനുഭവങ്ങൾ വരിക. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. ആത്മാവ് യാത്ര ചെയ്യുന്ന സമയത്ത് സാലിം ഫൈസി രാജാവായതായിട്ടാണ് കണ്ടത്. എന്തും പറയാലോ, സ്വപ്നത്തിൽ എന്തും പറയാം. സാലിം ഫൈസി രാജാവാകുന്നതായിട്ട് കണ്ടു. എന്നാൽ അതിൻ്റെ ഇമാജിനേഷൻ ഓർമ്മ വെച്ചിട്ടാണ്. ഓർമ്മ വെച്ച് അതിനെ ഇമേജ് ചെയ്യുമ്പോൾ ഇയാളുടെ ഓർമ്മയിലുള്ള ഏതെങ്കിലും ഒരു രാജാവായിരിക്കും അത്, അല്ലെങ്കിൽ രാജാവിൻ്റെ സിംഹാസനമായിരിക്കാം, അല്ലെങ്കിൽ രാജകൊട്ടാരമായിരിക്കാം. ഓർമ്മയിലുള്ള ഏതെങ്കിലും ഒരു രാജകൊട്ടാരത്തിൽ, ടിപ്പുവിൻ്റെ പഴയ ഒരു കൊട്ടാരത്തിൽ സാലിം ഫൈസി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇമേജ് ഓർമ്മയുമായാണ് ബന്ധം, അനുഭവം ചിന്തയുമായിട്ടാണ് ബന്ധം. അപ്പോൾ ഉറക്കത്തിലുള്ള ആത്മാവിൻ്റെ സഞ്ചാരത്തിനിടയിൽ കണ്ടുമുട്ടുന്ന ആളുകളെ ഓർമ്മ വെച്ച് ഇമേജ് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ഈ യാത്രയിൽ പല ആത്മാക്കളെയും കാണും. ആ ആത്മാവിനെ കണ്ടു എന്നുള്ള ഇൻഫർമേഷൻ അങ്ങോട്ട് കൊടുത്താൽ ഇവിടെയുള്ള ഓർമ്മ ആൾ കബറിലുള്ളതാണ്. അതെ. അപ്പോൾ ഈ ഓർമ്മ വെച്ചിട്ട് തന്നെ ഇമേജ് ചെയ്തേ ഉള്ളൂ, അല്ലാതെ പോകാൻ സമയമായിട്ടൊന്നുമല്ല എന്ന് മനസ്സിലാക്കുക. എന്തായാലും ഈ നമുക്ക് ഒരുപാട് ആയുസ് നീട്ടി കൊടുക്കട്ടെ. ആമീൻ ആമീൻ. പാമ്പ്, മറ്റ് ക്ഷുദ്രജീവികളെ ഞാൻ സ്വപ്നം കാണുന്നു, അങ്ങനത്തെ ജീവികളെയൊക്കെ സ്വപ്നം കാണുന്നത് നല്ലതല്ല എന്നൊരു ചിന്ത പൊതുവെ സമൂഹത്തിലുണ്ട്. അത്തരം ആളുകളും നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, സാറുമായി ഇത് ചർച്ച ചെയ്യണമെന്ന്. ഈ സ്വപ്നം എന്ന് പറയുന്ന വിഷയം നമ്മൾ ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്ത് തീർക്കാവുന്ന ഒരു സംഗതിയല്ല, അതൊരു വലിയ ഏരിയയാണ്. സ്വപ്നത്തെ ആദ്യമായി മോഡേൺ സയൻസിൽ വ്യാഖ്യാനിച്ച ഒരാൾ ഫ്രോയിഡാണ്. ഫ്രോയിഡിൻ്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള പുസ്തകങ്ങൾ നിലവിലുണ്ട്. ഫ്രോയിഡിൻ്റെ ചിന്താധാരകൾ പരിശോധിക്കുമ്പോൾ അതിന് ഒരു ചെറിയ ജൂത ടച്ച്, ആക്ഷേപിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല, ഒരു ജൂത ടച്ച്, ജൂത ഫിലോസഫിയുമായി അതിനൊരു ടച്ചിനെ കാണാൻ പറ്റും. ജൂത ഫിലോസഫിയുമായിട്ടുള്ള ടച്ചും ഇസ്ലാമിക ഫിലോസഫിയുമായുള്ള ടച്ചും രണ്ടാണ്. പാമ്പിനെ സ്വപ്നം കണ്ടാൽ ശത്രു ഉണ്ട് എന്നതിൻ്റെ മേൽ അറിയിക്കുന്നു. എന്ത് എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമാണ്. പക്ഷെ എവിടെയാണ് ശത്രു, ആരാണ് ശത്രു എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. എല്ലാവരും മനസ്സിലാക്കി വെച്ചത് തന്നോട് ആർക്കോ ശത്രുതയുണ്ട് എന്നറിയിക്കാനാണ് താൻ പാമ്പിനെ കണ്ടത് എന്നാണ്. പക്ഷെ അത് ഇസ്ലാമിക് ഫിലോസഫിയിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ നിനക്ക് ആരോടോ ശത്രുതയുണ്ട് എന്ന് നിന്നെ അറിയിക്കാനാണ് യഥാർത്ഥത്തിൽ പാമ്പിനെ കണ്ടിട്ടുള്ളത്. സംഗതി പാമ്പ് ശത്രുവാണ്. ഞാനൊരു സ്വപ്നം കണ്ടാൽ, ഞാനൊരു പാമ്പിനെ കണ്ടാൽ എനിക്ക് അതെ, എപ്പോഴും കുറ്റം മറ്റുള്ളവർക്ക് ഇട്ടുകൊടുക്കാനാണ്. ഞാൻ ശുദ്ധൻ, മറ്റവൻ പാപി. അതുകൊണ്ട് നേരെ തിരിച്ചാണ് ഇസ്ലാമിക ഫിലോസഫി. എല്ലാവരും നല്ല മനുഷ്യന്മാരാണ്, ഇയാണ് ഏറ്റവും മോശക്കാരെന്നുള്ളതാണ്. അതുകൊണ്ട് പാമ്പ് ശത്രു തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഈ ശത്രുത നമ്മുടെ ഉള്ളിലാണുള്ളത്, വേറൊരാളുടെ ഉള്ളിലല്ല. ഇത് നല്ല സ്വപ്നമാകുമ്പോൾ മുബഷിറാത്ത് എന്ന് പറയുന്നത് വേറൊരാൾക്ക് നൽകുന്ന ഇൻഫർമേഷൻ അല്ല, നമുക്ക് നൽകുന്ന ഇൻഫർമേഷനാണ്. നിന്നിൽ ഉള്ള പോരായ്മ ഇന്നതാണ്, അത് തിരുത്തണമെന്ന് നിന്നെ അറിയിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അതുള്ളത്. അപ്പോൾ ഒരാൾ പാമ്പിനെ സ്വപ്നം കണ്ടാൽ ഇന്നലെ ആരോടാ തിരക്കൂടിയത് എന്ന് ആലോചിക്കണം. അത് ഇന്ന ആളോടാണ്, അത് ശരിയല്ല എന്ന് മനസ്സിലായി. നാളെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും, ഒന്നും വിചാരിക്കണ്ട കേട്ടോ, ഞാനൊന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ല എന്ന് പറയാൻ തയ്യാറുണ്ടോ? പിറ്റേ ദിവസം കാണൂല. നേരെ മറിച്ച് ശത്രുവിനെ എങ്ങനെ തിരഞ്ഞെടുക്കുകയാണ്, എന്നപ്പോൾ തിരഞ്ഞു കിട്ടുക? കിട്ടൂല. തീർച്ചയായും നമ്മൾ ആത്മവിശകലനത്തിന് തയ്യാറാകണമെന്നാണ് അർത്ഥം. തീർച്ചയായും.